ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈമുട്ടുകൾ ഊന്നി ഇരു കൈത്തലങ്ങൾ കൊണ്ട് മുഖം മറച്ചു കുനിഞ്ഞിരിക്കുകയാണ് അലീന. ഇടയ്ക്കിടെ നനഞ്ഞ നെടുവീർശ്വാസങ്ങൾ കേൾക്കാനുണ്ട്. അത് കുട്ടിച്ചാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അലീനയുടെ അരികിൽ ചെന്നു. മോളെ, അയാൾ പതിയെ വിളിച്ചു. അലീന മെല്ലെ മുഖം തിരിച്ചു. അവളുടെ കവിൾ നനഞ്ഞിരിക്കുന്നു. നീ ആ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതെന്തിനാ? നിന്നെക്കൊണ്ട് കഴിയുന്നതും അതിലപ്പുറവും നീ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ അവിടെ നിന്ന് പോരേണ്ടി വന്നതും. കടപ്പാട്ടൂർ വീട്ടിൽ താൻ എത്തിയത് മുതൽക്കുള്ള പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളും ഒരു ലഘു വിവരണം ഇതിനകം അലീന അത് കുട്ടിച്ചായന് നൽകി കഴിഞ്ഞിരുന്നു. അവരല്ലേ മോളെ നിന്നോട് നന്ദികേട് കാട്ടിയത്? നീ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? നന്ദികേടൊന്നും ആരും കാണിച്ചില്ല വല്യപ്പച്ച. എല്ലാവരും എന്നെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞോണ്ടല്ല ഞാൻ അവരെ സ്നേഹിച്ചത്. ഞാൻ അവരുടെ ചേച്ചിയാണെന്ന് അറിയാതെയാ അവരെന്നെ സ്നേഹിച്ചത്. അതിനല്ലേ കൂടുതൽ വില. നിന്റെ അമ്മയ്ക്ക് പക്ഷേ നിന്നെ കണ്ണും വെട്ടത്ത് കാണരുതല്ലോ. അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ അമ്മയുടെ മകളാണെന്ന്. അറിഞ്ഞാൽ അമ്മ എന്തുമാത്രം വിഷമിക്കും. അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും നിനക്കിനി അങ്ങോട്ട് തിരിച്ചു ചെല്ലാനും വയ്യ. അപ്പോൾ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അത് നിന്റെ വീടല്ല. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. ആ വീട് പോലെ തന്നെയാണ് എനിക്ക് ഈ വീടും. ഞാൻ പപ്പയുടെ മോളാണെന്ന് അറിയുമ്പോൾ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ ഇവിടുന്നും പോകേണ്ടി വരും. എങ്ങോട്ട് പോകാൻ? ഇവിടുന്ന് നിനക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല. അതെല്ലാം ലാലിച്ച നോക്കിക്കോളും. അവൻ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തും. പിന്നെ അങ്ങനെ ജീവിച്ചാൽ മതി. എനിക്കാരെ ഉപേക്ഷിക്കാൻ വയ്യ വല്യപ്പച്ച. എൻ്റെ കൂടപ്പിറപ്പുകൾ അവിടെ കിടന്ന് വിഷമിക്കുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് സന്തോഷിക്കാൻ പറ്റില്ല. ഞാൻ അവരെയെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ട് വന്നതാ. ഇപ്പം കണ്ടില്ലേ, അമ്മ തിരിച്ചു വന്നതോടെ എല്ലാം പൊളിഞ്ഞു. അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബബിതയെയും രോഹിത്തിനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അലീനയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു. ഇനി നീ അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ തന്നെ ആ സ്ത്രീ നിന്നെ വീട്ടിൽ കയറ്റുമോ? ഇല്ലല്ലോ. അലീന മൗനം ആചരിച്ചു. സാരമില്ല, കുട്ടിച്ചാൻ ആശ്വസിപ്പിച്ചു. അവരെങ്ങനെയോ ജീവിക്കട്ടെ. അവരുടെ വിധിയെന്ന് സമാധാനിക്കുക. ഇവിടെ നിനക്ക് ഒരു കുറവും വരുത്താതെ ലാലിച്ച നോക്കിക്കോളും. കുട്ടിച്ചായൻ്റെ വാക്കുകൾ അലീനയെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിലും തൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. വന്ന് കിടക്കുമോളെ. കുട്ടിച്ചായൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു കിടക്കയിൽ കൊണ്ടിരുത്തി. എനിക്കിനി രാത്രി ഉറക്കം വരില്ല. അലീന ആരോടൊന്നില്ലാതെ ആവലാതിപ്പെട്ടു. കണ്ണടച്ച് കിടന്നോ, കുറെ കഴിയുമ്പോൾ തനിയെ ഉറക്കം വന്നോളും. അലീന കിടന്നു കഴിഞ്ഞ് കുട്ടിച്ചാൻ മുറിവിട്ടു പോയുള്ളൂ. ആൻ്റപ്പനും ഡ്രൈവർ ബൈജുവും ഫൈലോസിനുമെല്ലാം അത്ഭുതമായിരുന്നു. ഇതെന്ത് കഥയെന്ന് അവർക്ക് മനസ്സിലായില്ല. ഏതോ അനാഥാലയത്തിൽ ജീവിച്ച ഏതോ ഒരു വീട്ടിൽ വേലക്കാരിയായി നിന്ന പെണ്ണിനെ സ്റ്റാൻലി VIP പോലെ കൊണ്ടു നടക്കുന്നു. തൻ്റെ രഹസ്യമെന്ന് കണ്ടുപിടിക്കാഞ്ഞിട്ടാണ് ബൈജു പുനലൂർക്ക് ഫോൺ ചെയ്ത് കുളത്തുപുഴ ബംഗ്ലാവിൽ സ്റ്റാൻലിയോടൊപ്പം ഒരു പെണ്ണ് വന്ന് കൂടിയിട്ടുണ്ടെന്ന രഹസ്യവിവരം നൽകിയത്. കുട്ടിച്ചാൻ പാഞ്ഞെത്തിയതോടെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകുമെന്നും ബൈജുവും പൗലോസും ആൻ്റപ്പനും പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പുലി പോലെ പാഞ്ഞു വന്ന കുട്ടിച്ചാൻ ആ പെണ്ണിൻ്റെ മുമ്പിൽ ഇണങ്ങിയ പൂച്ചയെപ്പോലെ വിധേയനാവുകയും ചെയ്തിരിക്കുന്നു. കുട്ടിച്ചായൻ്റെ സ്വഭാവം ബൈജുവിനും ആൻ്റപ്പനും ശരിക്കറിയാവുന്നതാണ്. ദേഷ്യം വന്ന് നല്ല ചീത്ത തന്നെ പറയും. ബൈജുവിൻ്റെ നേർക്ക് പലവട്ടം കൈയൊങ്ങിയിട്ടുണ്ട്. പണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെകിട് ഞാൻ പൊളിച്ചേനെ. ഒടുവിൽ മടിച്ച് ആൻ്റപ്പൻ കുട്ടിച്ചായനോട് ചോദിക്കുകയും ചെയ്തു, ഈ പെങ്കൊച്ച് ഏതാണ്? ഒരു പിടിയും കിട്ടുന്നില്ല. കേണൽ സാബിൻ്റെ എല്ലാ സ്വന്തക്കാരെയും ഒരുമാതിരി പരിചയമുണ്ടല്ലോ. കുട്ടിച്ചായൻ പക്ഷേ പിടുത്തം കൊടുത്തില്ല. എനിക്കറിയാമിടാ എൻ്റെ എല്ലാ സ്വന്തക്കാരെയും. ഈ പെങ്കൊച്ചിനെ മാത്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലാലിച്ചനോട് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് അവൻ പറയുന്നേ. നിന്നോടവൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാൽ ഞാൻ പറയുമ്പം അറിഞ്ഞാൽ മതി. അതോടെ ആൻ്റപ്പന് മുഴിമുട്ടി. ഒടുവിൽ ബൈജു ആൻ്റപ്പനോട് പറഞ്ഞു, ഇനി ഒരൊറ്റ വഴിയും കൂടിയുണ്ട്. അതെന്താ? തൽക്കാലം ആൻ്റപ്പൻ ചേട്ടൻ അതറിയണ്ട. ആൻ്റപ്പന് യജമാനന ഭക്തി അല്പം കൂടുതലാണെന്ന് ബൈജുവിനറിയാം. പലപ്പോഴും ബൈജുവിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. വല്ലതും വിട്ടു പറഞ്ഞ് അത് മുതലാളിയുടെ ചെവിയിലെത്തും. ആൻ്റപ്പൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തിയില്ല. രാവിലെ പൗലോസ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ അടുക്കളയിൽ അലീനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അടുക്കളയിൽ പലവ്യഞ്ജനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവൾക്ക് അമർഷം തോന്നി. പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും മാംസവും എല്ലാം ആവശ്യത്തിലധികമാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. മിച്ചം വരുന്ന പച്ചക്കറി സാധനങ്ങൾ വാടി കേടുവന്ന് കെട്ടുപോകുന്നുമുണ്ട്.
തക്കാളിയിലോ വഴുതനയിലോ ബീൻസിലോ അച്ചിങ്ങയിലോ ഒരു ചെറിയ കേടുണ്ടായി അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തള്ളുകയാണ്. ഈ പുള്ളിക്കുത്തോ നിർവ്യത്യാസമോ മാത്രമേ ഉണ്ടാവൂ. ആ ഭാഗം അല്പം തുറന്നു കളഞ്ഞാൽ ബാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആപ്പിൾ, ഓറഞ്ച്, ഏത്തപ്പഴം എന്നിവ പോലുള്ള വിലപിടിച്ച സാധനങ്ങൾ പോലും ചെറിയ കേടുകളോടെ ചവറ്റുകെട്ടിലേക്ക് എറിയപ്പെടുന്നു. പിടിപ്പുകേടിൻ്റെയും കാര്യസ്ഥതയുടെയും ധൂർത്തിൻ്റെയും ഒരു ഈജിയൻ തൊഴുത്താണ് ഈ വലിയ അടുക്കളയെന്ന് അലീനയ്ക്ക് തോന്നി. 3-4 ദിവസമായി അലീന ഇങ്ങനെ പലതും കാണുന്നു. 400-500 രൂപ കൊടുത്ത് വാങ്ങുന്ന മീനുകളെ പൗലോസ് കൈകാര്യം ചെയ്യുന്ന രീതി അലീനയെ രോഷം കൊള്ളിച്ചു. ഒരു മരത്തടിയിലേക്ക് വലിയ മീൻ എടുത്തു വെച്ചിട്ട് വലിയ വെട്ടുകത്തി കൊണ്ട് പൗലോസേട്ടൻ്റെ മനോധർമ്മം അനുസരിച്ച് ഓരോ വെട്ടങ്ങ് വെട്ടും. വാലിൻ്റെയും ചിറകിൻ്റെയും തലയുടെയും എല്ലാം കൂടെ മാംസളമായ കുറേ ഭാഗങ്ങൾ വെട്ടി നീക്കപ്പെടും. പൗലോസ് ചിക്കൻ കഷ്ണമാക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. പാകം ചെയ്തിട്ടും മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് നേരെ കാണുമ്പോൾ കമ്പോസ്റ്റ് കുഴിയിലേക്കാണ് പോകുന്നത്. ഇതെന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൂടെ? അലീന ചോദിച്ചു. എന്നിട്ട് ആര് കഴിക്കാനാ? മുതലാളിക്ക് ഫ്രിഡ്ജിൽ വെച്ചതൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുത്തൂടെ? അവറ്റകൾക്കുള്ള ഐറ്റം വേറെയാ. ഇവിടെയുള്ള ജോലിക്കാർക്ക് കഴിക്കാമല്ലോ. അതൊക്കെ പിന്നെ ചൂടാക്കി എടുക്കണം. മെനക്കേടാവച്ചേ. അല്ലാതെ തന്നെ ആവശ്യത്തിന് മിച്ചം പണിയുണ്ട്. മുതലാളിക്കും 3-4 ജോലിക്കാർക്കും വെച്ച് വിളമ്പുന്ന ആണോ വലിയ ജോലി? തൂക്കാനും തുടയ്ക്കാനും പട്ടികളെ നോക്കാനും എല്ലാം വേറെ ആൾക്കാരുണ്ടല്ലോ. പൗലോസ് തലതിരിച്ച് അലീനയെ ഒന്ന് നോക്കി. എന്തിനാ കൊച്ചെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നേ? ഇവിടുത്തേതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാ. മുതലാളിക്ക് പരാതി ഉണ്ടോയെന്ന് നോക്കിയാൽ പോരെ ഞാൻ. ആ പറഞ്ഞ രീതി അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പോരല്ലോ. ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്നു. എത്രയോ അനാഥാലയങ്ങളിൽ വൃദ്ധരും കുഞ്ഞുങ്ങളും ആഹാരം വേണ്ടത്ര കിട്ടാനില്ലാതെ വിഷമിക്കുന്നു. പൗലോസിയേട്ടൻ ഇവിടെ മീനിൻ്റെയും കോഴിയുടെയും തലയും വാലും ചിറകുമൊക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയും കമ്പോസ്റ്റ് കുഴിയിൽ. ഈ കിടക്കുന്ന വാടിയ ഉരുളക്കിഴങ്ങും ഉള്ളിയും സവോളയും വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ ഇനി പൗലോസിയേട്ടൻ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ ഉപയോഗിക്കാനെങ്കിലും വേറെ വാങ്ങിയില്ലായിരുന്നല്ലോ. ഇങ്ങനെ കിലോ കണക്കിന് കളയാൻ എങ്ങനെ തോന്നുന്നു? പൗലോസേട്ടൻ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളൊക്കെ ആയെന്നല്ലേ പൗലോസേട്ടൻ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ ഈ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണം ഉണ്ടാക്കി കാണണം പൗലോസേട്ടൻ അറിയില്ലേ? എന്തിനാ ഇങ്ങനെ വേറെ വേവിച്ചു കളയുന്നത്? എന്നെ പഠിപ്പിക്കാൻ വരല്ലേ കുഞ്ഞെ. ഞാൻ നീ പണി പഠിച്ചിട്ട് കാലം കുറേ ആയതാ. ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പൗലോസിയേട്ടൻ ചില കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. ഇങ്ങനെ ദൂർത്തടിക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. സംഭാഷണം കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്താ മോളെ ഇവിടെ ഒരു വാക്കു തർക്കം? ഒന്നുമില്ല വലിയപ്പച്ച, ആഹാര സാധനങ്ങൾ പാഴാക്കി കളയരുതെന്ന് പറയുമായിരുന്നു. മോൾ ഇതിലൊന്നും ഇടപെടണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ? അലീന ഔതക്കുട്ടിച്ചായനെ നേർക്ക് തിരിഞ്ഞു. ഭക്ഷണം വെറുതെ കളയുന്നത് എവിടെ കണ്ടാലും ഞാൻ ഇടപെടും വലിയപ്പച്ച. അതിപ്പോൾ പൗലോസേട്ടൻ്റെ മുതലാളി വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ എതിർക്കും. കാരണം എനിക്ക് ഭക്ഷണത്തിൻ്റെ വില അറിയാം. ആരെങ്കിലും ഭക്ഷണം ദാനം തരുന്നതും കാത്ത് അനാഥാലയത്തിൻ്റെ വരാന്തയിൽ എത്രയോ വർഷം വിശന്നിരുന്നിട്ടുള്ളതവളാണ് ഞാൻ. അന്നം ദൈവമാണെന്ന ബ്രിജിത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചത്. ശാന്തവും സുദൃഢമായിരുന്നു അലീനയുടെ വാക്കുകൾ. അത് കുട്ടിച്ചായൻ മനസ്സിലായി. അനാഥാലയത്തെക്കുറിച്ചുള്ള പരാമർശം അവളുടെ നെഞ്ചിലൊരു മുൾക്കുത്തായി. പൗലോസേ, നീ ഇനി മുതൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കുറച്ചൊക്കെ നോക്കിയും കണ്ട് ചെയ്യണം കേട്ടോടോ. പൗലോസ് കേൾക്കാത്ത മട്ടിൽ നിന്നു. മോളിങ്ങ് വന്നേ, ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയാനിരിക്കുമായിരുന്നു. അത് കുട്ടിച്ചാൻ അവളുടെ തോളത്ത് പിടിച്ചു അടുക്കളയിൽ നിന്ന് നയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. മോൾ എന്തിനാ ഇടയ്ക്കിടെ അനാഥാലയത്തിൻ്റെ കാര്യം പറയുന്നേ? ബംഗ്ലാവിന് മുന്നിലെ നീണ്ട വരാന്തയിലേക്ക് കടന്നിട്ട് ഔതക്കുട്ടിച്ചാൻ ചോദിച്ചു. ഇന്നലെയും ഇതുപോലെ തന്നെ ഏതാണ്ട് പറഞ്ഞു. നമ്മൾ അനാഥാലയത്തിലാണ് ജീവിച്ചതെന്നൊക്കെ. എന്തിനാ അത് മറ്റുള്ളവർ കേൾക്കെ പറയുന്നേ? നമുക്കല്ലേ അതിൻ്റെ മോശം. അനാഥാലയത്തിൻ്റെ കാര്യമൊന്നും മറന്നു കളയണ്ടായോ? അലീന നിന്നു. മുഖം അല്പം ചിരിച്ച് ഔതിക്കുട്ടിച്ചായനെ നോക്കി. അനാഥാലയങ്ങളുടെ കാര്യം മറന്നാൽ പിന്നെ ഞാനില്ല വല്യപ്പച്ച. കൈക്കുഞ്ഞുമായിരുന്നപ്പോൾ മുതൽ 23 വർഷം ഞാൻ ജീവിച്ച വീടാ അത്. എൻ്റെ സ്വന്തം തറവാട്. അതിൻ്റെ മുറ്റത്താണ് ഞാൻ പിച്ച വെച്ചത്. അപ്പനെയും അമ്മയും കൂടപ്പുറപ്പുകളെയും വല്യപ്പച്ചനെയും വല്യമ്മച്ചിമാരെയും എല്ലാം എനിക്ക് ആദ്യം തന്നത് അനാഥാലയമാണ്. അത് മറന്നിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. അഗതി മന്ദിരത്തിൽ ജീവിച്ചിരുന്നവളാണ് ഞാൻ. ഇവിടെയും പറയും. അതിൽ എനിക്ക് ഒരു കുറച്ചിലുമില്ല. ഔതക്കുട്ടിച്ചായന് അല്പം ക്ഷീണം തോന്നിയെങ്കിലും അതിനൊരല്പം അഭിമാനവും അങ്കുരിച്ചു. ചലഞ്ചിത്തയില്ലാത്ത തൻ്റെ കൊച്ചുമകൾ
അവൾക്ക് ഉറച്ച നിലപാടുകളുണ്ട്, സ്വന്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മോളെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ കുറച്ചേ കാണൂ. നമ്മളെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ തന്നെ അവസരം കൊടുക്കുകയല്ലേ. അലീന തർക്കിക്കാൻ ഒരുമ്പിട്ടില്ല. വെറുതെ മൗനമായി നിന്നു. അടുക്കളയിൽ മറ്റൊരു സംഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. പൗലോസും പട്ടികളെ പരിപാലിപ്പിക്കുന്ന രാജപ്പനും ബൈജുവും അടുക്കളയിൽ ഒത്തുകൂടിയിരുന്നു. ഞാനുണ്ടല്ലോ, ഈ പരിപാടി തുടങ്ങിയിട്ട് കൊല്ലം 28ആയി. എന്നെയാ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നേ. ഞാഞ്ഞൂല് പോലത്തെ ഒരു പെണ്ണ്, പൗലോസ് അമർഷം തീരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കാമേലായിരുന്നോ പൗലോസ് ചേട്ടാ? ബൈജു ചോദിച്ചു. ഞാൻ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെങ്കിൽ മുതലാളിയോട് ചെന്ന് പറയാൻ. എന്നെ ഭരിക്കാനൊന്നും വരണ്ടാന്ന്. അവസാനം അവൾ നമുക്ക് ഭാര്യയാകുമോ പൗലോസ് ചേട്ടാ? രാജപ്പൻ ചോദിച്ചു. മിക്കവാറും, ബൈജു പറഞ്ഞു. നമ്മൾ തിരിച്ചങ്ങോട്ടൊരു പാര വെച്ചു കൊടുത്താലോ? രാജപ്പൻ ചോദിച്ചു. മുതലാളിയുടെ ആരാണെന്നറിയാതെ എങ്ങനെയാ? പാര ബൂമറാങ് പോലെ നമ്മുടെ നേർക്ക് തിരിച്ചു വന്നാലോ? ഞാൻ ആദ്യം വിചാരിച്ചത് മുതലാളി നേരമ്പോക്കിന് എങ്ങാണ്ടൊന്ന് ഒരു ചെറിയ പീസിനെ ഒപ്പിച്ചെടുത്തതാന്നാ. ബൈജു പറഞ്ഞു. അങ്ങനത്തെ കേസൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ രാത്രിയിലെ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കിയതാ. അവൾ ഒറ്റയ്ക്കാ ഉറക്കം. മുതലാളി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാജപ്പൻ വെളിപ്പെടുത്തി. പോക്ക് കേസാണെങ്കിൽ മുതലാളിയുടെ അപ്പച്ചൻ വന്നപ്പോൾ ഇവിടുന്ന് ഓടിക്കുമായിരുന്നല്ലോ. ഇത് വേറെന്തോ കേസാ. മുതലാളിയുടെ അപ്പച്ചനാണെങ്കിൽ മോളെ എന്നാ വിളി. പൗലോസ് ചേട്ടൻ എന്തായാലും ഈ കേസ് വെറുതെ വിടല്ലേ. നമ്മൾ ആദ്യമേ ഒരു പരാതി കൊടുത്തിട്ടേക്കുന്നതല്ലേ നല്ലത്? ബൈജു ചോദിച്ചു. അത് ശരിയാണെന്ന് രാജപ്പനും പിന്തങ്ങി. സ്റ്റാലിൻ മോർണിംഗ് വാക്കിന് പോയി തിരിച്ചെത്തിയപ്പോൾ പൗലോസ് ചേട്ടൻ തല ചൊറിഞ്ഞുകൊണ്ട് ചെന്നത് ലക്ഷണം കണ്ടപ്പോഴേ സ്റ്റാൻലി പരാതി മണത്തു. എന്താ പൗലോസേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാൻ എത്ര വർഷമായിട്ടാ ഇവിടുത്തെ കുക്കാ. ആരും ഇന്നേ വരെ എൻ്റെ മുഖത്ത് നോക്കി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി പോലും ഒരു കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. കാര്യം പറയടോ. ആ പെങ്കൊച്ച് എന്നെ ഒന്ന് ഭരിക്കാൻ വന്നു. ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ മുതലാളി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. അലീനയുടെ കാര്യമാണോ നീ പറയുന്നത്? അതെ. കേൾക്കട്ടെ. അവൾ എങ്ങനെയാണ് നിന്നെ ഭരിക്കുന്നത്? മുതലാളിക്കറിയാമല്ലോ, കേടായ പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്ത് കളയും. പുഴുവരിച്ചതൊക്കെ എന്തിനു കൊള്ളാം? 2-3 ചീഞ്ഞ സവാള, മുളച്ച 4-5 ചുള്ള ചുവന്നുള്ളി, പുഴു കുത്തിയ 1-2 തക്കാളി മാറ്റിയിട്ടിരുന്നതാ. ഇത് കളയാനാണെന്ന് ചോദിച്ച് ആ കൊച്ച് എൻ്റെ നേർക്കൊരു ചാട്ടം. മീനിൻ്റെ തല കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, മുള്ളു കളയാൻ പാടില്ല, കോഴിയുടെ കാല് കളയാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാ ആ കൊച്ച് അനാഥശാലയിലോ മറ്റോ ജീവിച്ച കാലത്ത്. അവിടെ ഇതൊന്നും കളയാറില്ലായിരുന്നത്രേ. അവിടെ എങ്ങനെയൊക്കെ പറ്റും? അതുപോലെ ഇവിടെ നടക്കുമോ? സ്റ്റാൻലി ഇപ്പോൾ അല്പം നാണക്കേട് തോന്നി. അതുപോലെ തന്നെ ആഹാരം വല്ലതും മിച്ചം വന്നാൽ ഇവിടുത്തെ ജോലിക്കാർ തിന്ന് തീർത്തോളണമെന്ന് ഞാൻ ആദ്യം കേൾക്കുക. എങ്ങനെയൊക്കെ? അതുമാത്രമല്ല, പിടിച്ച് ചെലവാക്കിക്കൊള്ളാൻ ഒരു മുന്നറിയിപ്പും. അതായത് കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ കുറേശ്ശെ വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുക്കൻ്റെയും വീട്ടിൽ പോയി നിന്നാൽ പോരെ? മുതലാളിയുടെ കുക്കായിട്ട് നിൽക്കണോ? അതുകൊണ്ട് മുതലാളി ഒന്നുകിൽ എന്നെ പിരിച്ചു വിട്ടേക്കണം, അല്ലെങ്കിൽ ആ കൊച്ചിനോട് എൻ്റെ കൈയേറി പിടിക്കരുതെന്ന് പറയണം. നീ പോയിക്കോ പൗലോസേ, ഞാൻ വേണ്ടത് ചെയ്തോളാം, സ്റ്റാൻലി പറഞ്ഞു. പൗലോസ് പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിരുന്നപ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിച്ചു. അലീന ഇന്ന് അടുക്കളയിൽ കയറി പൗലോസിനോട് വഴക്കുണ്ടാക്കിയോ? വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ആഹാര സാധനങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അലീന മറുപടി നൽകി. നീ എന്തിനാ അവിടുത്തെ ജോലിക്കാരുമായിട്ട് തർക്കത്തിലും കുസ്തിക്കും പോകുന്നത്? നാണക്കേട്. നമുക്കൊരു അന്തസ്സില്ലേ? അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ട. ഭക്ഷണം വെറുതെ പാഴാക്കുന്നത് കണ്ടാ അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഞാനും ഇവളോട് പറഞ്ഞു ലാലിച്ച. തരപ്പടിക്കാരാണെങ്കിലും 1-2 പറയാനൊരു രസമുണ്ട്. ഇത് ചുമ്മാ അടുക്കളക്കാരനോട്. അലീന ഒന്നും മിണ്ടാതിരുന്നു. ഭക്ഷണം കഴിച്ചു. സ്റ്റാൻലി കൂടുതലൊന്നും പറഞ്ഞില്ല. പൗലോസ് ഊണുമുറിയുടെ വാതിലിനപ്പുറം നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് തൃപ്തിയായി. അലീന അന്നേ ദിവസം അടുക്കള ഭാഗത്തേക്ക് പോയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൾ അടുക്കളയിലെത്തി. മാർക്കറ്റിൽ പോയിരുന്ന ആൻ്റപ്പനും ബൈജുവും കൂടി അതിനകം തിരിച്ചെത്തി. ചിക്കനും മീനും മറ്റു സാധനങ്ങളുമെല്ലാം അവർ സ്ലാബിലെടുത്തു വെച്ചു. പൗലോസേട്ടാ, മീൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണം, ബൈജു അലീനയുടെ നേർക്കെന്ന് കണ്ണെറിഞ്ഞിട്ട് പറഞ്ഞു. അത്രേ ഉള്ളു ബൈജു, ഞാനൊരു സ്കെയിലെടുത്തു വെച്ചിട്ടുണ്ട്, അളന്നു വെട്ടാൻ. തലയും വാലും പോകരുതല്ലോ.
സൂപ്പ് വെച്ച് കുറേ അനാഥ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അലീന വെറുതെ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് സ്ലാബിൻ്റെ അരികിലൂടെ നടന്നു. നെയ്മീനാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. 3-3.5 കിലോ വരും ഒരെണ്ണം. പൗലോസിന് അപ്പോൾ തന്നെ മീൻ വെട്ടണമെന്ന് തോന്നി. അതും അലീനയുടെ മുമ്പിൽ വെച്ച് തന്നെ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് മീനിൽ കൈവയ്ക്കൽ. ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ഇട്ടിട്ട് പൗലോസ് വന്നു. മീനിൻ്റെ വാലിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോയി തടി മുട്ടയിൽ വെച്ചു. അലീനയ്ക്ക് കാണാൻ പാകത്തിൽ ഒതുങ്ങി നിന്നിട്ട് മീനിൻ്റെ വാൽ ഭാഗത്ത് ഒരൊറ്റ വെട്ട്. വാലിനോടൊപ്പം 1/2 കിലോ മാംസളവും കൂടി മുറിഞ്ഞങ്ങ് വീണു. തലഭാഗത്തും ഒറ്റ വെട്ട്. അവിടെയും ഏതാണ്ട് 3/4 കിലോയോളം മാംസം തലയോടൊപ്പം അറ്റു. അലീന കൺകെ പൗലോസ് വാലും തലയും എടുത്തുകൊണ്ട് പോയി വേസ്റ്റിടുന്ന ബക്കറ്റിന് തള്ളിയിട്ടു മൂടി. ബൈജുവിനും രാജപ്പനും ആ പരിപാടി നന്നേ ഇഷ്ടപ്പെട്ടു. തലയും വാലും അത്രയും വെച്ച് കളയണമായിരുന്നു പൗലോസിയേട്ടാ. അതും സെൻറ്റിമീറ്റർ വെച്ച് അളന്നു നോക്കുന്നവർ നോക്കി നിൽക്കുമ്പോൾ. ഓ, ഇതുകൊണ്ട് എൻ്റെ പണി പോകുന്നെങ്കിൽ പോട്ടടാ ബൈജു, പൗലോസ് കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞു. അയാൾ മീൻ അവിടെ ഇട്ട് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് മടങ്ങി. അലീന കൈകൾ മാറിൽ പിണച്ചു കെട്ടി. അത് എന്തിൻ്റെ അടയാളമാണെന്ന് അറിയാവുന്നത് 2 പേർക്ക് മാത്രമായിരുന്നു. അതിലൊരാൾ മരിച്ചുപോയ ബ്രിജിത്താമ്മി, രണ്ടാമത്തെയാൾ രേവതിക്കുട്ടിയാണ്. പൗലോസിയേട്ടാ, അലീന ശാന്തസ്വരത്തിൽ വിളിച്ചു. പൗലോസ് പാതി തലതിരിച്ചു നോക്കിയിട്ട് ആ വിളി അവഗണിച്ചു കളഞ്ഞു. പൗലോസ് ചേട്ടനെയാണ് ഞാൻ വിളിച്ചത്. അലീനയുടെ സ്വരത്തിൽ അല്പം ഗൗരവം കലർന്നു. പൗലോസ് അവളുടെ നേർക്ക് തിരിഞ്ഞു. വെല്ലുവിളിക്കും പോലെ അവളെ നോക്കി. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളഞ്ഞ മീൻ എടുത്തുകൊണ്ട് വന്ന് സ്ലാബിലോട്ട് വെക്ക് അലീന നിർദ്ദേശിച്ചു. അയ്യോ, എനിക്കതിപ്പം നേരമില്ല കുഞ്ഞേ, പൗലോസ് പരിഹാസതരത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞു മതി പൗലോസ് ചേട്ടാ ബാക്കി ജോലികളൊക്കെ. അലീനയുടെ ശബ്ദത്തിൽ മൂർച്ചയേറി. പൗലോസ് ഉടൻ വെട്ടിത്തിരിഞ്ഞു ഒരു വാതിൽ കടന്ന് അപ്രതീക്ഷിതനായി. അലീന അചഞ്ചലമായി അവിടെ തന്നെ നിന്നു. കളി മുറുകുന്നുവെന്ന് കണ്ടപ്പോൾ ബൈജുവും രാജപ്പനും ആൻ്റപ്പനും രസം പിടിച്ചു. ആദ്യം അവധക്കുട്ടിച്ചായനാണ് വന്നത്. എന്താ മോളെ പ്രശ്നം? ഒരു ചെറിയ കാര്യമുള്ളൂ വല്യപ്പച്ച. പക്ഷേ ഒരു കൊടുങ്കാറ്റിനെ പോലെ അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവളുടെ മുഖഭാവം. കണ്ടപ്പോൾ കാര്യം ചെറുതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സ്റ്റാൻലി അടുക്കളയിൽ വന്നു. വാതിൽ കടന്നു വന്നു. പിറകെ പൗലോസും. അലീന, എന്താ ഇവിടെ വഴക്ക്? സ്റ്റാൻലി ഗൗരവത്തിൽ ചോദിച്ചു. പൗലോസ് ചേട്ടന് ഞാൻ എന്താ പറഞ്ഞത്? അലീനയുടെ വാക്കുകൾ ചുട്ടുപഴുത്തു. ആ ബാസ്ക്കറ്റിലിട്ട സാധനം പെറുക്കി സ്ലാബിൽ വയ്ക്കാൻ. അതനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഇനി ഈ വീട്ടിലെ ഒരു ജോലിയും പൗലോസ് ചേട്ടൻ ചെയ്യണ്ട. പൗലോസ് ഒരാശ്രയത്തിനായി സ്റ്റാലിയുടെ നേരെ നോക്കി. സ്റ്റാലി അന്താളിച്ചു പോയിരുന്നു. അലീനയുടെ മറ്റൊരു ഭാവം കാണുകയാണ് അയാൾ. അവളുടെ മുഖത്തൊരു ജ്വാലയുണ്ടെന്ന് അയാൾക്ക് തോന്നി. മുതലാളി പറയട്ടെ, ചെയ്യണോ വേണ്ടയോ എന്ന്? പൗലോസ് സ്റ്റാലിയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി നീങ്ങി നിന്നു. മുതലാളിയുടെ മകളാ പറയുന്നത്. അലീനയുടെ ശബ്ദം ഉയർന്നു. എൻ്റെ പപ്പ പൈസ ദൂർത്തടിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അത് കുട്ടിച്ചായൻ കാൽവിരൽ മുതൽ നെറുക വരെ ഒരു കോരിത്തരിപ്പ് പാഞ്ഞു കയറി. സ്റ്റാലി സ്തംഭിച്ചു നിൽക്കുകയാണ്. തന്നെ പപ്പായെന്ന് വിളിക്കാൻ താൻ അവൾക്ക് സമ്മതം നൽകിയിരുന്നത്. എങ്കിലും 2-3 തവണ മാത്രമേ അവൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതൊന്നും പരസ്യമായിട്ടായിരുന്നില്ല താനും. ഇവിടെ അവൾ തൻ്റെ മകളാണെന്ന് പരസ്യപ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പൗലോസും ആൻ്റപ്പനും ബൈജുവും രാജപ്പനും അത് കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. പൗലോസ് ചേട്ടൻ, ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കുക. അർത്ഥശങ്കയില്ലാതെ വണ്ണം അലീന പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല, അതുപോലെ 25 പേർ കൂടി വെച്ചു വിളമ്പാൻ എന്നെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടേ പൗലോസ് ചേട്ടൻ തീരുമാനമെടുക്കാവൂ. പിരിഞ്ഞു പോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് ഓർത്തോളണം. അലീന മാറിൽ പിണച്ചു കെട്ടിയ കൈകൾ അഴിച്ചു. പതിയെ പിന്തിരിഞ്ഞു നടന്നു. വാതിൽ കടന്നുപോയി. സ്റ്റാൻലിയും പിന്നെ അവിടെ നിന്നില്ല. അവൾ പറഞ്ഞതുപോലെ ചെയ്യടാ, വായും പൊളിച്ചു നോക്കി നിൽക്കാതെ, അവധക്കുട്ടിച്ചാൻ പൗലോസിനോട് ആജ്ഞാപിച്ചു. പൗലോസ് തലയും കുനിച്ച് നടന്നു ചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്ന് അതിലിട്ടിരുന്ന മത്സ്യഭാഗങ്ങൾ എടുത്തു. അത് സ്ലാബിന്മേൽ കൊണ്ടുവച്ചു. അവധക്കുട്ടിച്ചായൻ അത് നോക്കി ഇട്ട് പൗലോസിൻ്റെ നേർക്ക് തട്ടിക്കയറി. തന്തയ്ക്ക് പിറന്നവർ കാണിക്കുന്ന പണിയാണോടാ നീയൊക്കെ കാണിച്ചു വച്ചിരിക്കുന്നത്? ഉണ്ണുന്ന ചോറിന് നന്ദിയുണ്ടോടാ നിനക്ക്? വെറുതെയല്ല ആ പെണ്ണ്. പൗലോസിന് മറുപടി ഉണ്ടായില്ല. അവധക്കുട്ടിച്ചായൻ മറ്റുള്ളവരെ നോക്കി. ഇപ്പം മനസ്സിലായോടാ അവൾ ആരാണെന്ന്? അവളുടെ സ്വന്തം അപ്പനാ ലാലിച്ചൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എൻ്റെ മൂത്ത മകൾ ലാലിച്ചൻ്റെ മൂത്ത മകളാ അവൾ. അലീന, ഓർമ്മയിൽ വെച്ചോടാ. അത് പറയുമ്പോൾ അവധക്കുട്ടിച്ചാൻ ഒന്നുകൂടി ഞെളിഞ്ഞു നിന്നു.